ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുവ ഫുഡ് ചോയ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഫ്രഞ്ച് വിത്ത് നോർത്ത് ഇന്ത്യൻ കോമ്പിനേഷൻ ഡിഷസാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പോച്ച്ഡ് എഗ് വിത്ത് ചന്ന മസാല. ആദ്യം നമുക്ക് ചന്ന മസാല തയ്യാറാക്കുന്ന പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് ചെയ്യുമ്പോഴത്തേക്കും തീ അല്പം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിലേക്ക് ഇഞ്ചി ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം തീ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സവാള നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ അല്പം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ്. കാരണം ഇതിൽ നമ്മൾ മുളക് പൊടി അധികം ഉപയോഗിക്കുന്നില്ല. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ഇനി ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഇത് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ആ ഒരു മസാലയുടെയും ചില്ലിയുടെയും നല്ലൊരു മണം വരും. ഏകദേശം 1 മിനിറ്റ് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചന്ന മസാല തയ്യാറാക്കുമ്പോൾ ഈ തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഒരു ഹാഫ് കുക്കിംഗ് ആയാൽ മതിയായിരിക്കും. നമ്മുടെ തക്കാളി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ജസ്റ്റ് ആ ഒരു മസാലയ്ക്കൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചന്ന നമുക്ക് 4 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നല്ലതുപോലെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ അല്പം കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഇതുവരെ ഈ ഒരു മസാല ചെയ്തെടുത്തത് മീഡിയം ഫ്ലെയിമിലാണ്. ഇനി നമുക്ക് അതൊന്ന് തീ നന്നായിട്ട് കൂട്ടിയിട്ടതിന് ശേഷം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇളക്കിയെടുക്കാം. ഇതിൽ
ഉപ്പ് കുറവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കും. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുക. ഹെൽത്തി ആയിട്ടുള്ള ചന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് പോച്ച്ഡ് എഗ്ഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോച്ച്ഡ് എഗ്ഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു 480 ml വെള്ളമാണ് ഞാനിവിടെ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. വെള്ളം ഇപ്പോൾ ഇതുപോലെ ഒന്ന് തിളയ്ക്കാറാകുമ്പോഴത്തേക്ക് നമുക്കൊരു ബൗളിൽ എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 മുട്ടയിലും ഇരട്ട മഞ്ഞക്കരുവാണ് ഇതിലുള്ളത്. രണ്ടും ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് അത് മൂടി വയ്ക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്കങ്ങനെ അടച്ചു വെച്ചേക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഇത് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഹെൽത്തി പോച്ച്ഡ് എഗ് വിത്ത് ചന മസാല റെഡി ആയിട്ടുണ്ട്. പോച്ച്ഡ് എഗ് പല രീതിയിലും ചെയ്യാമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിലോ അല്ലെങ്കിൽ ഡിന്നർ ടൈമിലോ ഇത് കഴിക്കാവുന്നതാണ്. ഫ്രഞ്ച് വിത്ത് നോർത്ത് ഇന്ത്യൻ കോമ്പിനേഷൻ ഡിഷസ് ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടും പ്രോട്ടീൻ റിച്ച്ഡുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.